ഓൾഡ് ആർ യു? ഇംഗ്ലീഷ് അറിയണ്ടാവില്ല പരമേശ്വരേട്ടന്, ഇംഗ്ലീഷ് അറിയില്ല. എല്ലാം പറഞ്ഞറിയോ, നമ്മള് ഒരു വരിയോ വന്നതോ അല്ല, അതിനെ വീണ്ടും വീണ്ടും ചെയ്ത് കളിയാക്കരുത്. ഓക്കെ, പരമേശ്വരന് എത്ര വയസ്സെന്ന് നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു? അല്ല, ആദ്യം ഇത് വിളിക്കണ്ടേ? ഗുഡ് സ്ക്രിപ്റ്റ് പ്ലീസ് കം. ഗുഡ് സ്ക്രിപ്റ്റ് അല്ല, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നല്ല, ആള് വന്നില്ലേ? ആള് വന്നോ? ഒരു മിനിറ്റ്, എനിക്കത് ഫീൽ ചെയ്യണം വന്നത്. ഓക്കെ, ഫീൽ ചെയ്യുന്നില്ല, ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നില്ല, അതിനെ പറയണ്ട. പരമേശ്വരേട്ടൻ വന്ന്. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു പരമേശ്വരേട്ടൻ? ഹൗ ഓൾഡ് ആർ യു പരമേശ്വരൻ? 58 വയസ്സ്. 58 വയസ്സ്. സൂസൈഡ് മരിക്കുമ്പോഴുള്ള പ്രായം 58. മരിക്കുമ്പോഴുള്ള പ്രായമാണ് ഈ പറയുന്നത്. നമുക്ക് എങ്ങനെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് മരിച്ചെന്ന് ചോദിക്കാം. ഹൗ ഡിഡ് യു? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. Good spirit, please come. How did you die? How did you die? How did you die? How did you die? K-O? K? K-I-O? കില്ലുടെ ആയിരിക്കും. കില്ല്. അതായത് അതിനാണെന്ന് പറയുന്നത്. ആരാ? പരമേശ്വരേട്ടൻ. അതെ. എന്തിനു കൊല്ലണം? കാരണം ചോദിക്കാൻ പറ്റൂല. റീസൺ ചോദിക്കും. What is the reason of your killing? ഓക്കെ, ഇംഗ്ലീഷാണ്. സ്പിരിറ്റിനോട് ഇങ്ങനെ ചോദിക്കും. ചീത്ത പറയണ്ട. മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി ഇത് പ്രൊഫസറല്ല, പീഡിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മള് ഞാനൊന്നും പറയരുത്, ഒരു ആത്മാവിനോട് ചേർത്ത് വളരെ മോശമായി. അങ്ങനല്ല, ഞാൻ ഇല്ല സോറി. വാ, അപ്പൊ എന്തായിരുന്നു? ഗുഡ് സ്ക്രിപ്റ്റ് അല്ല, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് അല്ല, ഗുഡ് എന്തിനു മരിച്ചു എന്നല്ലേ? Why do you die? കില്ലെന്ന് പറഞ്ഞില്ലേ? ആര്? അപ്പൊ ആരാ അല്ല, എന്തിനാ ആരാന്നും ചോദിക്കരുത്. ഇയാൾക്ക് ഭാര്യ മക്കളെ ഉണ്ടോന്ന് പറഞ്ഞോടെ? എന്തിന് കൊന്നു? ഇതിലേക്കാണല്ലോ പോണ്. Why did you die? മണിയോ? ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതോടെ കാര്യം പറയട്ടെ, ഇയാള് പോരാ, നമുക്ക് വല്ല പെണ്ണിനെ ഏറ്റവും കിട്ടോ? ഞാൻ വീണ്ടും പറയണം എന്താന്ന് വെച്ചാല്, അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അയാള് നമ്മളോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൊരു മന്ത്രവാദിയല്ല, ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. അല്ല, അനക്കിലൊക്കാൻ്റെ തുടങ്ങല്ലോ എന്റെ പണി. അല്ല, ഈ കളവനെല്ലാം കിട്ടിയിട്ട് എന്താ? 60 വയസ്സായ വ്യക്തിക്ക് നമ്മോട് എന്ത് പറയാനുണ്ട് നമുക്കറിയണ്ടേ? എന്തിനാ അറിയുന്നത്? അല്ലെങ്കിൽ അയാൾ വെറുതെ വിളിച്ചു ഇൻസൾട്ട് ചെയ്ത പോലെ ആവില്ല അത്. അല്ല, നമുക്ക് അടുത്താളെ വിളിച്ചൂടെ? വിളിക്കാനാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. അല്ല, അടുത്താളെ സെമിയറിന് ഫുൾ ടൈം പെണ്ണ് എന്നുള്ള വിചാരമുള്ളോ? അല്ല, അങ്ങനല്ല. അവന് കല്യാണം കഴിഞ്ഞോ? ഇതിനൊരു വലിയ സത്യങ്ങൾ. പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കുന്നതല്ല സംഭവം. കിട്ടിയില്ല. എനിക്കൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും, പക്ഷെ എനിക്ക് ആത്മാക്കളോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരെന്തിനു മരിച്ചു. പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. ഓ, അപ്പൊ കളി തന്നെ. എന്ത് ഭാഷയാണത്? അല്ല, അങ്ങനല്ല. നിങ്ങളെ ഇത് ഒരു ആത്മാവിനെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായ കാര്യമാണ്. എനിക്ക് കമ്പിക്കത്ത് എഴുതാൻ പോകുന്നല്ലേ? എല്ലാ മാഷോ
അല്ല വക്കീല എന്റെ പേരെന്താ എന്നെ പേരെന്താ? ഷുക്കൂറാ അല്ല ഫിലിപ്പങ്കിള്. ഫിലിപ്പ് എന്ന് എനിക്ക് പേര് വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ആത്മാക്കളോട് കിന്നരിക്കുന്ന ഒരു ഇരട്ട പേരുണ്ട് എന്റെ, എനിക്ക് അറിയോ? അതെന്താ? അതാ ഫിലിപ്പ്. കൊറേ ചോദ്യങ്ങളും ചോദിക്കണം. എന്നാ വാ കളിക്കാം. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമങ്ങ് പരമു. നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് മോളുണ്ടോ നോക്കി. അല്ല ഞാനൊക്കെയാണ് മോളെ കെട്ടിച്ചരാ. അല്ല അങ്ങനല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി അവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ ഇവിടെ കണ്ടിട്ട്? കോമഡി അല്ലാണ്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കോമഡിയൊക്കെ ഞാൻ കുറച്ച് രോമാഞ്ചെല്ലാം വരും, കുറച്ച് ദിവസം പഠിക്കുന്ന ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് ചിലപ്പോൾ 68 വയസ്സായതുകൊണ്ട് രോമാഞ്ചം വരാണ്ടിരിക്കണായിരിക്കാം. നമ്മൾ അങ്ങനത്തെ സ്പിരിറ്റ് അല്ല വന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ നോക്കാം. നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ലോ. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം ആറ്റം ചെറുക്കനെ തന്നെ ഇറക്കിക്കോ. വാ ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ വെച്ചോ. അപ്പൊ പെണ്ണിനെ കിട്ടാൻ ഇറങ്ങി വാടേ സുശീലേ. പറഞ്ഞില്ലേ സീരിയസ് ആയിട്ട് എടുക്കണം. ആ മോളിന്ന് പൊട്ടി വീണോ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ 60 വയസ്സുള്ള അല്ല ഇത് പരമോട്ടൻ അയാളെ നമ്മ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. പരമോട്ട് കല്ലിന്റെ പണിയാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇത് കൊണ്ടുവന്ന് ഒരു പരമോട്ട നല്ല പെണ്ണുങ്ങളെ. പിന്നെ ഇയാളെ കാര്യം മന്ത്രി മിക്കവാറും വല്ല പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികളോ ചെയ്യുന്നതായിരിക്കും. കാരണം നീ അവര് വരെ വെറുതെ ഞാൻ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് എന്നെ ഇതാക്കല് ഇങ്ങനെ. ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ, നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? എല്ലാ ഒരാളല്ലേ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, അപ്പൊ ഒരാളല്ലേ വരുത്താൻ പറ്റുമോ? അതാണ് വന്നത്. ഇപ്പോ 18 വയസ്സ് അയാൾ വേണം, 20 വയസ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ദുരാത്മാവാണ്. നല്ല കുര്യാക്കോസെ ഇത് നമ്മള് ഈ ഇരുത്തിരുന്നാൽ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ കുര്യാക്കോസ് ഇതെന്താ ചീട്ട് കളിക്കാൻ വന്നിരിക്കുന്നത്? പ്രേതത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. കുര്യാക്കോസിനെ കണ്ടിട്ട് വന്ന ആൾക്കാർ പോയിട്ടുണ്ടാവോ? അവർക്ക് സംശയമുണ്ട്. കുര്യാക്കോസ് ഇതുവരെ അങ്ങനെ ഇരിക്കുന്ന നമ്മള് കണ്ടിട്ടില്ല. അതൊരു വയസ്സായ ആൾ ഇരിക്കുന്ന ഇരുത്തല്ലേ? ഇത് പരമോണ്ടെങ്ങാനും ശരിക്കണ്ട. ഇത് വിളിച്ചു വരുത്തുമ്പോ ആലോചിക്കണം. ഉള്ളത് ഇനി പരമോട്ടൻ നിങ്ങക്ക് എന്താ പണി? ജോലി ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമോ? അതായത് ആ കാല് താത്ര ഏതെങ്കിലും ഒരാൾ വന്ന് വേറെ എന്തെങ്കിലും കാണോ? നല്ല പോലെ അത് കാര്യമില്ല. ഞാൻ പറഞ്ഞറിയോ, നമ്മുടെ അടുത്തേക്ക് വരാൻ ആരും ഇൻട്രസ്റ്റ് ആവുന്നില്ല. ഒന്നാമത്തെ എന്താ അറിയോ, എന്റെ കാമം എന്റെ കോമഡി. ആൾക്കാർക്ക് വരാനും പെണ്ണാണെങ്കിലും വരാനും പേടി ഉണ്ടാവില്ലേ? പ്രേതാണെങ്കിലും വരാൻ നമ്മ റെസ്റ്റോറന്റ് തുടങ്ങിയാന്നല്ലേ ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്നല്ലേ? അത് വിളിച്ചു വരുത്തുന്നത് അതിന് വരാനൊരു താല്പര്യം വേണ്ടേ? വരാൻ താല്പര്യപ്പെടാ. എന്റെ സോഡാ കുപ്പി ഗ്ലാസും എന്റെ കമ്പി വർത്തനം കേട്ട് ഒരാൾ വരാതിരിക്കും. എന്നാ വാ അടുത്തതിനെ പിടിക്കാം. മങ്കി കയറി വരാല്ല. പോലീസിന്റെ സൗണ്ട് അതൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടോ? പോലീസിന്റെ സൗണ്ട് നോക്കിയാ റാമ്പ് നോക്കിയാ ആംബുലൻസോ പോലീസോ അങ്ങനെ സൗണ്ട് കേട്ടെ. ഞാനും എനിക്ക് തോന്നണ ഇപ്പൊ ഇന്ന് മരിച്ച ഒരാളാ തോന്നണത്. ഏത് പരമേശ്വരൻ? ഇല്ല ഇത് കൊറേ വർഷം മുന്നേ നടന്ന. ആണോ? ആൾക്കാരുണ്ടോ? കണ്ടാ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. പേടിക്കണപ്പോ
ഈ പരമോട്ടൻ ടോർച്ചടിച്ച് മരിച്ചായിരിക്കും. പോലീസ് നോക്കണേ, പോലീസ് അങ്ങനെ വരുന്നതിന് ഓടണേ. അല്ലേ ഇതാ മന്ത്രവാദി ഒന്നില്ല, പോലീസ് വന്നാൽ മുണ്ട് പൊക്കി ഓടിക്കോളാം. ഇത് നമ്മളെ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങള്? കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ? ഇതെല്ലാം കണ്ട അപ്പാടെ അടി കിട്ടും. ഏതാടാ നാളെ നീ കക്കാൻ ഇറങ്ങിയല്ലേന്ന് വെച്ചിട്ട് നിങ്ങൾ അടിക്കാം. അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പറയുന്ന പോലെ ഞാൻ ഫിലിപ്പങ്കിളിലാന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് പോയാൽ നല്ല നിങ്ങൾ പറഞ്ഞ കാര്യം തരണ്ടാ. ഇപ്പൊ നിങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്, ഇയാളൊരു ബോറിംഗ് സാധനം. മുത്തേത് ലൊക്കാൻ്റെ എല്ലാം എനിക്ക് നോക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കല്ലോ എന്ന് പറഞ്ഞ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാന്ന്? പെൻഷൻ കിട്ടിയോന്നാ? അല്ല എനക്ക് ഞാൻ നമ്മൾ തരാം. നല്ല സാധനങ്ങളൊന്നും എല്ലാ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇറക്ക്. അല്ല ഈ ഭാഗത്ത് തന്നെ വേണമെന്നില്ല, ഏടുന്നില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്നാ മതി. ഇക്കണക്കിന് അണിറോസ് ഒക്കെ മരിച്ചു വല്ല തുക കൊടുക്കും. എന്നാ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊന്ന് നോക്കാം. വേറൊരു സാധനം അടുത്തൊരു സാധനം. ഇത് അത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കൂലേ? കൊന്നതാണോ തൂങ്ങി മരിച്ചാണോ അങ്ങനെ ചോദിക്കുമ്പോ എസ് പറയും. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രഹങ്ങളാണ്, ഇത് കുറെ നക്ഷത്രങ്ങള്, ഓരോ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താൽ പറയുന്ന ഇനി ട്രേഡിംഗ് ഒന്നല്ല. എന്താണ് തങ്ങളോടാണ് വെല്ലുവിളിക്കണത്. ഇതിനെ പറ്റിയൊരു ധാരണ ഈ ഫിലിപ്പൊക്കെ ഇജ്ജെല്ലാം പറയുന്നത് ഇതേ മലപ്പുറത്തെ കാക്കയല്ല ഇയാളെ മലപ്പുറത്തുള്ള ഞാൻ കാര്യം പറയാം. എന്നെ കുറിച്ച് നീ പാലാപ്പള്ളിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അവിടെ പേദങ്ങളോട് കഥ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. നീ അതാദ്യം മനസ്സിലാക്കി. ഷമീർ എന്റെ കമ്പി മൈൻഡ് കൊണ്ട് ഒരാളും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇല്ല വാ കളവന്റെ ചാറ്റ് ചെയ്യാം. വാ അല്ല നമുക്ക് പരമേശ്വരന്റെ എന്തിനാണ് മരിച്ചു മണി തരല്ലേ? ഇയാളെ കമ്പി കഥ കിട്ടോ നമുക്ക്? എന്താണ് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് വിഷയം വേണ്ട. ഇത് ഇയാളെ മരിച്ച കഥ അയാളുടെ ഒരു പ്രായം വെച്ച ആൾക്ക് അങ്ങനെ ഉണ്ടാവോ? ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം അയാളോട്. എന്താ ചോദിക്കുക? ഇയാളെ ലൈനാ അല്ല ചിക്ക് ഉണ്ടോ അങ്ങനെ എന്താ ചോദിക്കാം. അല്ലെങ്കിൽ എത്ര പരമോട്ടന്റെ ബോഡി കൗണ്ട് എത്രയാന്ന് ചോദിക്കാം. അതായത് ജീവിതകാലം മൊത്തം ഈ 58 വയസ്സ് വരെ എത്ര പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബോഡി കൗണ്ട് ചെയ്യാത്ത അയാൾ ചെയ്തിട്ടുണ്ടാവല്ലോ. ഇത് അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം? എത്തിക്സ് എന്ത് നിങ്ങൾ സോറി ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ആള് പ്രശ്നങ്ങൾ വരുമ്പോഴേ How much is your body count? Zero. വെർജിനായതിന്റെ സങ്കടത്തിൽ മരിച്ചായിരിക്കടാ. അല്ല അപ്പൊ ആര് പൈസ എടുത്തു മണിക്ക് വേണ്ടിട്ടാണ് കൊന്നക്കണത്? അപ്പൊ ഞങ്ങൾക്ക് ഭാര്യ മക്കളും ഇല്ല. ഇയാളെ വേണ്ട. ആരെ ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞ ഈ 68 വയസ്സുള്ള ഇയാളെ ഞാൻ വിചാരിച്ചത് ഞാനാണ് വിചാരിച്ചത് നീ അത്രയും നല്ലൊരു വ്യക്തിനെ കുറിച്ചിട്ടാണ് നീ ഇത്ര വളരെ മോശമായിട്ട് പറഞ്ഞത്. ട്രൈ ചെയ്ത് കിട്ടായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതാ. ഇവൻ ഒരു പരമമായിട്ടാണ് മരിക്കാൻ പോകുന്നത്. 28 വയസ്സ് ജൂനിയർ പരമമായിരിക്കും. അതാണ് അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായത്. പോയിന്റല്ലേ? ഒരു മാസം അല്ല നമ്മള് കുര്യാക്കോസാണ് പരമമായിട്ട് ബന്ധമുള്ളതാണ്. ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് പരമൊന്നും തോന്നില്ലടാ. പരമത്തിനെക്കാട്ടി വൃത്തിണ്ടാവൂലേ? ഇത് വീടുള്ള ആയിരിക്കും ബാധിക്കുക ഈ സംഭവം. അല്ല ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നില്ലപ്പോ ഇതിന് പറഞ്ഞൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. ഈ പരമേശ്വരൻ വന്ന വീടാ ഇയാൾ ഇവിടെ ഉണ്ട്.
ഇവിടെ പരമേശ നീ എല്ലാം തോന്നുന്നു ഇതിനേക്കാളും ഇവിടെ ആർക്കെങ്ക കൂടിയാ ഇവിടെ ആർക്കെങ്ക അത് വന്നിട്ടുണ്ടാവും. അല്ല എനിക്ക് തോന്നുന്നത് എന്താ പറയുക പരമേശ്വരന് കയറാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജ് ഓൻ്റെയാണ്. അതിന്റെ പല്ല് കണ്ടോ തന്നെയാണ്. അല്ല അണ്ടാ ഓൻ എല്ലാന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആരും കാണുന്നു പറഞ്ഞില്ല, പക്ഷെ നീ എല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ മനസ്സിലായ കാക്ക തേങ്ങാപ്പൂള് കണ്ടത് ഇതിന്റെ പല്ലിനെന്ന് ഇവർ കുറ്റം പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പരമോട്ടം മേത്ത് കയറുന്ന പറഞ്ഞത്. പരമോട്ടം മേത്ത് കയറാ ഇതെന്താണ് പാമ്പ? അല്ല ഒരു ഇപ്പത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആരും എന്തില്ല ഒരു പരമോട്ടന്റെ സാമീപ്യമുള്ള ഒരാളല്ല, കുറച്ചും കൂടി ഓനെയാണ് ഉള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് പേടിക്കണം എന്റെ മേത്ത് കയറില്ല. അല്ല ഈ 4 ആൾക്കാണോ വരിക അല്ലെങ്കിൽ വീടുള്ള ആർക്കും വേണമെങ്കിൽ വരും, ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിൽ വരാം. ഏയ് അത് പരമോട്ടനല്ല. അങ്ങനെ ഒരു ആദ്യത്തെ മൊല്ലാക്കാൻ്റെ അത്തയാത്തിൽ ഇരിക്കണ്ടല്ലോ അവന്. ഇത് അത്തയ്യാത്തിന് വളയിട്ട പോലെ ഉണ്ട്. പരമോട്ടന്റെ ബോഡിയല്ല അത്. അല്ല ആമ്പ്രോ നീ കുറി വിട്ടുണ്ടായിരുന്നില്ലേ? നീ ചിത്രം വരക്കോ? നീ ചിത്രം വരക്കോ? അപ്പോനല്ല ഈ ഇവന്റെ ബോഡി കൊണ്ട് ഇത്ര കാലമായിട്ടും. പക്ഷെ എന്താന്ന് വെച്ചാലേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ബോഡി കൊണ്ട് എത്രയാ ഞാൻ സന്യാസിയല്ലേ, എനിക്ക് പറ്റില്ലല്ലോ. അല്ല മറ്റേ അച്ഛനല്ലേ? അല്ല ഞാൻ അച്ഛനാണ്, ഞാൻ പ്രേതങ്ങളോടാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ, ഇയാൾക്ക് പെണ്ണൊന്നും കിട്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതായത് എന്താ ഈ പ്രേതങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രേതങ്ങളെല്ലാം പിടിച്ച് എന്റെ കഥ എന്റെ ജീവിച്ചു പോകുന്നത്. അയ്യോ സോറി, ഈ എന്റെ കാര്യം എന്റെ പേര് പറയല്ലേ. മലപ്പുറത്തുള്ള കാക്കിയത് ഇയാളെന്താ പറയുക, എന്റെ കഥ ഇജ്ജെന്താ പറയുന്നതല്ലാതെ അതെന്താ വെച്ചാലേ ഒരു നമ്മളെ പണിയാണ്. അതൊന്നുമല്ല. ആക്ച്വലി ഞാന് മലപ്പുറത്തൊരു പ്രയത്നം പിടിക്കാൻ പോയി, പാലയിലിരിക്കുന്ന സമയത്ത്. അന്നൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെന്റെ മേത്ത് കയറിയതാ. ഇടയ്ക്കിപ്പോ ഈ ഒരു